അമ്മാ ഈ കവറിനകത്തുള്ള ഇത് ഫോട്ടോ ഒക്കെ വെച്ചായിരുന്ന ആ ഞാനേ എനിക്ക് പെട്ടെന്ന് പോണം അതുകൊണ്ട് എന്തേ എന്തുവാടോ ഒന്നും അറിയാത്ത പോലെ കാണിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിന്റെ കാല് പിടിക്കും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യൂടാ? അല്ല ഇത് ചെയ്താലേ പറ്റുള്ളൂ. അമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ അമ്മയോട് പറഞ്ഞാൽ മതി. നീ നയത്തിൽ പറഞ്ഞാ ഞാൻ അമ്മയോട് പറഞ്ഞു, പക്ഷെ അമ്മ കേൾക്കണ്ടേ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മ ഭയങ്കര ദേഷ്യത്തില. ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയാൻ ആലോചിക്കണമായിരുന്നു. നീ അമ്മ എന്താ വിളിച്ചത്? അമ്മ നല്ലല്ലോ നീ വിളിച്ചത്. എന്തോത്തിന് വിഷമിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞമ്മ, അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ഞാൻ അറിവില്ലാതെ മുഖത്ത് നോക്കി തന്നെ ഇത്ര നേരം വർത്താനം പറയും. മാറി നിൽക്ക്. ഓരോന്ന് പറയുമ്പോ ആലോചിച്ച് പറഞ്ഞോളിയാ. ഞാൻ സത്യമായിട്ടും അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം അമ്മ, എന്റെ പൊന്നമ്മ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അമ്മ. പൊന്നമ്മ അല്ല തള്ള. ശവത്തി കുത്തല്ലേ അമ്മ. ഞാൻ അമ്മയുടെ കാല് പിടിച്ച് 1000 വട്ടം മാപ്പ് ചോദിക്കാം അമ്മ. അമ്മ എനിക്ക് വേറെ ആരുണ്ട് അമ്മ? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലോ? ഇതൊക്കെ നേരത്തെ നിന്റെ കെട്ടിയോ ശ്രദ്ധിക്കണമല്ലോ. ഇതൊരു വാ പോയ കോടാലിയാന്ന് അമ്മയ്ക്ക് അറിയാം. എന്താ പറയാ? അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തെ എന്റെ വായിൽ വന്ന് എന്തൊക്കെയോ ഞാൻ അറിയാതെ. എനിക്കൊരു വിഷമവും ഇല്ല. അതെ ആളിയാ നാശമായി തീർന്നല്ലേ അമ്മ. പ്ലീസ് ഞാനെന്ത് പറയാനാ? നീ പറയുമ്പോ ആലോചിച്ച് പറഞ്ഞായിരുന്നു. അല്ല ഞാൻ ഇതൊരു ശല്യമായി തീർന്നല്ലോ. എന്റെ തക്കളി മോളുടെ മുഖം ഒന്ന് ഓർത്ത് നോക്കാം. എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ തങ്കത്തിന്റെ മുഖം എന്റെ മോളാ. ഞങ്ങള് പെരുവഴിയിലാവും. നീ പറയണിയാന്ന്. ഞാനെന്ത് പറയാ? നീ ആലോചിച്ച് കഷ്ടം അറിയാമോ? ഇത് സമയത്ത് ഓഫീസിൽ പോകണ്ടാണ്. ഇത് അവിടെ സാറങ്ങ് പോവും. ഞങ്ങള് പെരുവഴിയിലാവും. ആരും ഇല്ലാതായി പോവും. വീട്ടിൽ കയറി കിടന്നാ മതി. പോരുത്. ഞാൻ പറയാ പോരുത്. നീ ഇത് കൊണ്ടുപോകണ്ട. എനിക്കിത് ഇല്ല അമ്മ. ഇതെന്ത് എന്തോ കാണിക്കുന്നത്? ഒരു ഭ്രാന്താണ്. ചുമ്മാ ആവശ്യമാണ്. നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞോണ്ടായിരുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു. ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് 10 വരെ ഇരുന്ന് പഠിച്ചതല്ലേ. അതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നിട്ടുണ്ട്. പഴയ ഓർമ്മകൾ. അതെ, പറയണ്ട. എന്ത് കഷ്ടം. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ? ഉറപ്പിച്ച് തീരുമാനിച്ചല്ലേ? തീരുമാനിച്ച്. നീ ഒരു കാര്യം മനസ്സിലാക്കാം. ഓരോരുത്തരും പറയുമ്പോ പറയേണ്ട രീതി പറഞ്ഞായിരുന്നു. അല്ല അമ്മയുടെ ഇങ്ങനെയല്ല കാണിക്കും. അങ്ങനെ നീ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങണ്ടടാ. പകുതി വിഴിഞ്ഞാൽ മതി. പകുതി എനിക്കുള്ളതാ. അങ്ങനെ എന്നെ പരിപാടിയിലാക്കാതെ ഒരുത്തരം വിചാരിക്കണ്ട. പ്ലീറ്റസ് ഒരുത്തരം മുമ്പിൽ തോറ്റേരേ ഇല്ല. അങ്ങനെ ആരും തിന്നണ്ട. നീ പകുതി ആക്കണ്ട. ദൂരെ വെച്ചോടെ. നീ മൊത്തം അനുഭവിച്ചോ. നീ എന്നോട് വെച്ചോ. എടാ എന്താണ് വലിച്ചീരുന്നത് നിനക്കറിയാമോ? എനിക്കറിയാടാ. ഞാനും എന്റെ കുടുംബവും കൂടെ അനുഭവിക്കേണ്ടത്. നീ അങ്ങ് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ നോക്കിയല്ലേ? നടക്കൂലടാ. എടാ വായി നോക്കി അമ്മക്ക് കിട്ടുന്ന പെൻഷന്റെ ഒരു ഓഹരി മാസാമാസം നീ വാങ്ങുന്നുണ്ടല്ലോ. അത് കിട്ടണമെങ്കിലേ ഈ വാങ്ങുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് തെളിയിക്കണം. ലൈഫ് സർട്ടിഫിക്കറ്റ് അടിക്കണം. ഈ പുതുവർഷത്തെ അമ്മയും കൊണ്ട് അതിനുവേണ്ടി നിൽക്കായിരുന്നു ഞാൻ. അതിനുള്ള പേപ്പർ നീ വലിച്ചിരിക്കുന്നത്. പെൻഷൻ ഗോപി. അപ്പൊ നീ ഇഷ്ടദാനം കാര്യം പറഞ്ഞത്? അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പേര് ഇഷ്ടദാനോ? അതിന്റെ പേരിൽ താരം തലമുണ്ടാക്കണ്ടായിരുന്നില്ല.